ഹായ് ഗൈസ്, നമ്മളിപ്പം ദക്ഷിണ ചിത്രയിലാണ് വന്നേക്കുന്നത്. ഇത് ആർട്ട് ഫോംസ് ആണ്. പല കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തിൻ്റെ ആർട്ട് ഫോംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ കാണിക്കാം. ഒക്കെ അവിടെ എൻട്രി ചെയ്ത സ്ഥലമാണ്. സോ ഇങ്ങനെ ക്രാഫ്റ്റ് ഫോംസ് ഒക്കെ ഉണ്ട്. ഡ്രീം ക്യാച്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു ഹൗസ് ആയിട്ടാണ് ഓരോ കർണാടക, കേരള എന്ന് പറഞ്ഞ കുറേ ആർട്ട് ഫോംസ് നമ്മൾ കാണിക്കുന്നത്. ഓ, ഇത് താലി പോലെ വരച്ചല്ലേ, നല്ല ഭംഗിയല്ലേ നോക്കി. ഓ, ഇതിൽ എന്നിട്ട് പെയിന്റ് ചെയ്തു. തിയേറ്ററല്ലേ പോയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. പോസിറ്റീവ് അറിയണതും അവർ ഫാമിലീസ് വരുമ്പോൾ സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ഥലത്തിരുന്നിട്ടാണ്. പൂവുണ്ടാക്കുന്നതൊക്കെ ആണ് താലി ഓല. ഇത് അവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് പണ്ടത്തെ സ്റ്റൈലിൽ. സോ ഇതെന്താ ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഇത് മെറ്റലിൽ എഴുതി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇതാണ് ഹിസ്റ്ററി ഓഫ് തമിഴ് സ്ക്രിപ്റ്റ്സ്. നല്ല ഓ, ഇതൊക്കെ അതിന് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻസാ. ഇതല്ലേ അവർ ഇത് യൂസ് ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ഓരോ വീഡിയോസൊക്കെ, ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കെന്താ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് ക്രിയേറ്റിവിറ്റി അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഹൗസ് തന്നെ നമുക്ക് കണ്ടാൽ തമിഴ്നാട്ടിലെ നാലുകെട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ്, പഴയ ഒരു വീട് എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഫോം ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ സൈഡിലൊക്കെ കുറേ ഈ ഫേസൊക്കെ അവരുടെ പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ നോക്കുമ്പോൾ കുറേ സാധനങ്ങളിങ്ങനെ തൂക്കിയിട്ടേക്കാണ്. ഇവിടെ മിററൊക്കെ ആയിട്ട്. ഇതാണ് തമിഴ്നാട് സ്റ്റൈല് അവരുടെ ക്ലോത്ത്സ്. ഇത് കലംകാരിയാണ്. ഇത് അവർ തന്നെ പെയിൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. സോ ഇവിടെ നിന്നാണ് അതിൻ്റെ കുറേ സാമ്പിൾസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇത് കലംകാരി ഡിസൈൻ, വെറൈറ്റി ഡിസൈൻസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട്. അതൊക്കെ അവർ ഇതിൻ്റെ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ പല പല ഡിസൈൻസിൽ കൊടുത്തിട്ടുണ്ട്. കലംകാരി ഉണ്ടാക്കുന്നത്. സോ ഒരു ബ്ലോക്ക് വൈസിൽ ഓരോന്നായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് അടുത്ത ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മളിങ്ങനെ ഫുൾ കലംകാരി ഡിസൈനിൽ ഇങ്ങനെ ആക്കും. സോ ദിസ് ഇസ് ദ വേ. സോ ഇതൊക്കെ വെച്ചിട്ടാണ് പൊമോഗ്രാനൈറ്റ് റിങ്, പ്രിൻ്റ്, ഷെയ്, റെഡ്, ഇൻഡിഗോ, ഈ സാധനം വെച്ചിട്ടാണ് ഇൻഡിഗോ കളർ ഉണ്ടാക്കുന്നത്. ഈ അയൺ, റസ്റ്റഡ് അയൺ വെച്ചിട്ടാണ് ഈ ബ്ലാക്ക് കളറൊക്കെ അവർക്ക് ഉണ്ടാക്കുന്നത്. സോ ഇതൊക്കെ നാച്ചുറലി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ കലംകാരി പണ്ടത്തെ കാലത്ത് ഈ തമിഴ്നാട് ആൾക്കാരുണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കിയാൽ എല്ലാ തമിഴ് സ്റ്റൈൽസിൻ്റെ ഹൗസസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആമ്പൂർ ഹൗസ്, ഇതെന്തുവാ, ഇങ്ങനത്തെ ഓരോ ഹൗസസിൻ്റെ, തമിഴ്നാട് ഹൗസസിൻ്റെ സാമ്പിൾസ്. വുമൻ്റെ ഫേസും പീക്കോക്കിൻ്റെ ടെയിലും എല്ലാമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണിത്. പേര് കാമധേനു എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ എഴുതിയ കവ് ഓഫ് പ്ലെൻറ്റി ഫോർ എവർ ഗിവിങ് മിൽക്ക്. സോ ദിസ് ഇസ് കാമധേനു. ഇതാണ് ഈ സാരിയൊക്കെ വീവ് ചെയ്യുന്ന സ്ഥലം. ഇതൊരു തമിഴ്നാട്ടിൻ്റെ ഫേമസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതാണ് വീവ് ചെയ്യുന്ന സാധനം. സോ ഇങ്ങനെ ഓരോ നൂലുമായിട്ടാണ് അവർ വീവ് ചെയ്ത് ഒരു സാരിയാക്കി ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു സാരിയാക്കി കൊണ്ടുവരുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ സാമ്പിൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ വീവ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവർ സാരി ഉണ്ടാക്കിയ സാമ്പിൾസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ஸோ அது மிஷினுங்களா? சில்க் பட்டு பண்ண முடியாது. நீங்கள் சில்க்குன்னா பட்டுன்னு நினைக்கிறீங்க, நாங்கள் நினைக்க மாட்டோம். நாங்கள் எப்படி சொல்கிறோம், காஞ்சிபுரம் பட்டு சைனா சில்க்குன்னு. நீங்கள் சைனா விட்டுட்டு சில்க்குன்னு. அதனால தான் நான் வந்து இங்கே போட்டுக்கிறேன். இதுதான் மூடு. ഈ പുള്ളിയുടെ 8ാമത്തെ വയസ്സ് തൊട്ട് ഇങ്ങനെ വീവിങ് തുടങ്ങിയതാണ്. അപ്പം ഈ പുള്ളിയുടെ ഫുൾ ലൈഫ് സ്റ്റോറീസ് ഇങ്ങനെ പറയായിരുന്നു. എങ്ങനെ വീട്ടിൽ ഫാമിലിയിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയി ഇത് തുടങ്ങിയത്, സ്റ്റിൽ ഇയാൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇത് പോട്ട്രി ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇതെങ്ങനെ നമുക്ക് ഒരു പോട്ട് ഉണ്ടാക്കുക എന്ന രീതിയിൽ. ഇതിന് ആക്ച്വലി ഇത് ചെയ്യണമെങ്കിൽ നമ്മളൊരു 50 രൂപ എക്സ്ട്രാ കൊടുക്കണം എൻട്രി ഫീയുടെ കൂടെ. അപ്പം നമ്മളെ കൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ നമ്മളെ കൊണ്ട് എക്സ്പീരിയൻസ് പോലെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. ജസ്റ്റ് അയാൾ നമ്മളെ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു പോട്ട് പോലെ ഉണ്ടാക്കാം. സോ അങ്ങനെ നമ്മളിങ്ങനെ പോട്രിയൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പല ആൾക്കാരും വന്ന് ഉണ്ടാക്കുന്ന പോട്ട്സാണിത്. കേരള എന്ന് പറഞ്ഞ ഹൗസിലോട്ടാണ് ഇത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെത്തിയ അതേ ഫീല്. സോ തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് അങ്ങനെ പല പല ഫോംസ് നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ചായക്കട എന്ന് എഴുതിയിട്ടുള്ള ഒരു കടയുണ്ട്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അസൽ നല്ല തറവാട് വീട് എന്ന രീതിയിൽ. ഇതാണ് കോട്ടയത്തെ വീട്. കോട്ടയം വീടെന്നാണ് ഇവിടെ പറയുന്നത്. ഒരമ്മച്ചിയുടെ ഒരു ഫോട്ടോയൊക്കെ ഇട്ട് ഇവിടെ. സോ ഇവിടെ ഇങ്ങനെ അറകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ലൊരു നടുമുറ്റം പോലെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ വീടുകളും കുറേ അറകളൊക്കെ.